And finally, iOS 26.5-ന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ റിലീസായിട്ട് ഇന്നത്തേക്ക് 1 വീക്കായി. ഈ ഒരു 1 വീക്ക് കൊണ്ട് എൻ്റെ ഡിവൈസിലുണ്ടായ പെർഫോമൻസ്, ബാറ്ററി ലൈഫ് ആൻഡ് ഓവറോൾ ഫീഡ്ബാക്ക് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതേപോലുള്ള എല്ലാ ആപ്പിൾ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കിടിലം വാൾപേപ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ചോദിച്ചാൽ മതി. കിടിലം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ ദിസ് ഇസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമ്മുടെ ഡിവൈസിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ പറ്റി നോക്കാം. ഈ ഒരു ഡിവൈസിൽ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷനാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഓരോ പേജ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു സ്മൂത്ത് ഫീല് വരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഞാൻ നമ്മുടെ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ എല്ലാം കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 120 ഹെഡ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആവാതെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ആപ്ലിക്കേഷനും ഓപ്പൺ ആവുന്ന ആ ലോഞ്ചിങ് സ്പീഡും അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുത്തു, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്നാപ്പ് ഓഫ് എ സെക്കൻഡ് തന്നെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പണായി. ക്യാമറ എടുത്തു, അതും ഓപ്പണായി. ഫോട്ടോസ് എടുത്തു, അത് ഓപ്പണായി. അതേപോലെ ഇപ്പോൾ ഞാൻ കലണ്ടർ എടുത്തു, ഓപ്പണായി. ഫാസ്റ്റായിട്ട് എല്ലാം ലോഡ് ആവുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഒപ്റ്റിമൈസേഷൻ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കീബോർഡിൽ കുറേയധികം കൂട്ടുകാർക്ക് ബഗ് പറയുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നമ്മുടെ എവിക്ക എന്ന് ടൈപ്പ് ചെയ്തു, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്തു. ഇനി എവിക്കയുടെ എവറിത്തിങ് യു വാണ നോ അബൌട്ട് ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും കീബോർഡ് ലാഗോ ക്ലട്ടറിങ്ങോ ഫീൽ ചെയ്യുന്നില്ല. കുറേയധികം കൂട്ടുകാർക്ക് കഴിഞ്ഞ അപ്ഡേറ്റിൽ iOS 26.4.1-ലും 4.2-ലൊക്കെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ ബഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിൽ എനിക്ക് പേഴ്സണലി കീബോർഡിൻ്റെ ലാഗോ ബഗ്ഗോ ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം ഇനി ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള ബാറ്ററി പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ അപ്ഡേഷൻ വരെ iOS 26.4.2 വരെ എനിക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ഡ്രെയിനാണ് ഫീൽ ആയത്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ബാറ്ററി എന്ന ഓപ്ഷൻ എടുത്ത് താഴത്തേക്ക് നമ്മുടെ ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ ഇപ്പോൾ 94%ലാണ് കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ അപ്ഡേറ്റ് വരെയും എനിക്ക് 95-ലേക്ക് ഡ്രാസ്റ്റിക് ആയ ഡ്രോപ്പാണ് വന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ റെഗുലർലി ഫോളോ ചെയ്യുന്ന ആൾക്കറിയാം, ഞാൻ എപ്പോഴും എൻ്റെ ഡിവൈസിൽ 98% ബാറ്ററി ഹെൽത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ അപ്ഡേറ്റിലാണ് ആ 95 എന്ന് പറയുന്ന ഒരു 3% ഡ്രോപ്പ് വന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് 94 ആയപ്പോൾ 1% ഡ്രോപ്പും വന്നിട്ടുണ്ട്. എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 283-ഉം ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി 94-ഉമാണ്. എൻ്റെ ഡിവൈസിൽ ഇത്രയും സൈക്കിൾ കൗണ്ട് വരാനുള്ള ഏറ്റവും വലിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ ചാർജിങ് പാറ്റേൺ ആണ്. ചാർജിങ് എടുക്കാം, ഞാൻ 90-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ബാറ്ററി ലിമിറ്റ് സെറ്റ് ചെയ്താലാണ് നിങ്ങളുടെ ബാറ്ററി സൈക്കിൾ കൗണ്ട് മാക്സിമം റെഡ്യൂസ് ചെയ്യുകയും ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുക. സോ ബാറ്ററിയുടെ കാര്യത്തിലും എനിക്ക് കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. എക്സ്ട്രീമായ ഗെയിം കളിക്കുമ്പോഴും അതോടൊപ്പം കുറേ നേരം ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ബാറ്ററി ചൂടാവും. അത് നോർമൽ സിനാരിയോ ആണ്. അതോടൊപ്പം നിങ്ങളിപ്പോൾ ഔട്ട്ഡോർ പോയിട്ട് കുറേ നേരം ഈ പറയുന്ന ഫോൺ യൂസ് ചെയ്യണമെങ്കിലും ഡിവൈസിൻ്റെ ബാറ്ററി ചൂടാവുന്നത് കോമൺ ആണ്. അല്ലാത്ത പക്ഷം ഡിവൈസിൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോഴും ഡിവൈസിൻ്റെ ബാറ്ററി ചൂടാവുന്നുണ്ട്. അൺറെസ്പോൺസീവ് ആയിട്ട് നിങ്ങളുടെ ഡിവൈസ് മൾട്ടിപ്പിൾ ടൈം തന്നെ ഈ പറഞ്ഞ ബാറ്ററി ഹീറ്റപ്പ് ആവുന്നുണ്ട് എന്ന് കരുതിയാൽ 2 സിനാരിയോസ് ആണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ ഡിവൈസിലെ ബാറ്ററി എന്തെങ്കിലും ബഗ്ഗോ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ ഹീറ്റപ്പ് ആവുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഡിവൈസ് ചൂടാവും. അതുകൊണ്ട് തന്നെ എന്തായാലും കുറേയധികം റാൻഡം ആയിട്ടുള്ള ഹീറ്റിംഗ് അപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ കാണിക്കുക. അതോടൊപ്പം ആപ്പ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിലേക്ക് പോകാം. ആപ്പ് സ്റ്റോറിൽ പൊക്കത്താണ് നമ്മുടെ ആപ്പിൾ ഐ ഡി ഇല്ലേ, അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെയാണ് നമ്മുടെ ആപ്പ് അപ്ഡേഷൻസ് എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുക. അവിടെ നോക്കുമ്പോൾ കുറേയധികം ആപ്ലിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയതും അതോടൊപ്പം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഗെയിംസ്, വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ചൂടാവുന്നുണ്ട്, ആപ്പ് സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യുക. കാരണം
ആപ്ലിക്കേഷൻസും ഒപ്റ്റിമൈസ്ഡ് ആയാൽ മാത്രമാണ് പുതിയ സോഫ്റ്റ്വെയറിന് ആ ഓരോ ആപ്ലിക്കേഷൻസും ഫ്ലോലെസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ഓവറോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ അപ്ഡേറ്റിൽ iOS 26.4.2 എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സെല്ലുലർ കണക്ടിവിറ്റിയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് സെല്ലുലർ കണക്ടിവിറ്റി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റേഞ്ച് കുറഞ്ഞ പോലെയും അതോടൊപ്പം ചില സമയത്ത് റേഞ്ച് കട്ടായി പോകുന്ന പോലെയും ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ അപ്ഡേറ്റിന് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റിൽ എനിക്ക് സെല്ലുലർ കണക്ടിവിറ്റി ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുറേയധികം കൂട്ടുകാർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺ റെൻഡർ ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചില ആപ്ലിക്കേഷൻസ് ഇത് കണ്ടോ ലോഡ് ആവാൻ ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്. അത് ആപ്ലിക്കേഷൻസ് അല്ല, ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കണാണ് റെൻഡർ ആവാൻ ടൈം എടുക്കുന്നത്. അതോടൊപ്പം ചില സമയം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷന് ഒരു ചെറിയ ഫോർമാറ്റ്, നമ്മുടെ ആപ്പ് ലോഗോ ഫോർമാറ്റ് ഒരു 1:1 അല്ലെങ്കിൽ ഇത്ര റേഷ്യോയുടെ ഒരു ഫോർമാറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബഗ് കുറേയധികം പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മോർ ഓവർ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളും അതോടൊപ്പം വേറെ എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്തു നോക്കുന്ന റെമഡിയാണ് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. റീസ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പെർട്ടിക്കുലർ ഒരു ബട്ടൺ ഇല്ല. ഇവിടെ കാണുന്ന പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഷട്ട് ഡൗൺ ആണ് ചെയ്യുന്നത്, റീസ്റ്റാർട്ട് ആവില്ല. റീസ്റ്റാർട്ട് ആകാനായിട്ട് നമ്മുടെ സിറിനെ വെയിറ്റ് ചെയ്യാം. റീസ്റ്റാർട്ട് മൈ ഫോൺ. Just to confirm, you want to restart this device? ഇങ്ങനെ ചോദിക്കുമ്പോൾ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും. അത്രയും സിമ്പിളായിട്ട് നമ്മുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്ന പണിയൊന്നും റീസ്റ്റാർട്ട് ചെയ്യുന്ന അത്രയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതേപോലെ ചെറിയ നെയ്പ്പണികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുറച്ചധികം ഡിവൈസുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. ആൻഡ് ഗെയിം കളിച്ചിട്ട് അപ്പോൾ തന്നെ ഡിവൈസ് കുത്തിയിട്ടാലും ഡിവൈസിൻ്റെ ബാറ്ററി കൂൾ ഡൗൺ ആവാൻ നമ്മൾ സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഡിവൈസിൻ്റെ ബാറ്ററിക്ക് പവർ കൊടുക്കുകയാണ്. സോ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കുറേയധികം ആനോഡും കാഥോഡും അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉണ്ട്. കറക്റ്റായിട്ട് ചൂടാവുക, കറക്റ്റായിട്ട് തണുക്കുക എന്നിങ്ങനൊരു പ്രോസസ്സ് ഉണ്ട്. അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി ചാർജ് ചെയ്താലും നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഈ അപ്ഡേറ്റിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത ഫീഡ്ബാക്കും അതോടൊപ്പം ബഗ്സും ബഗ് ഫിക്സസും എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Evin Xavier signing from Evica.